ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദുർബലമായ ശരീരത്തിൽ രോഗങ്ങൾ വേഗത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. രോഗപ്രതിരോധ ശേഷിയുള്ള ശരീരത്തിൽ രോഗത്തിൻ്റെയും രോഗാണുക്കളുടെയും ആക്രമണം തുലോം കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് പ്ലാന്റുകളുടെ കാര്യത്തിലും. ആരോഗ്യമുള്ള ഒരു പ്ലാന്റിൽ കീടങ്ങളുടെയും ഫംഗസുകളുടെയും ഒക്കെ ആക്രമണം തുലോം കുറവായിരിക്കും. നമുക്കറിയാം, പ്ലാന്റുകൾക്ക് പ്രധാനമായും ആവശ്യമുള്ള 3 ഘടകങ്ങളാണ്. 96% പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പ്രകൃതിയിൽ നിന്ന് തന്നെ സംഭരിക്കുന്നുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നമുക്കറിയാം, കാർബൺ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഹൈഡ്രജൻ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഓക്സിജനും അവർക്ക് ആവശ്യമുള്ള ഓക്സിജനും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാർബൺ പ്രധാനമായിട്ടും സൗരോർജ്ജം ശേഖരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാർബൺ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇലകളിലൊക്കെ ധാരാളം സൗരോർജ്ജം ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സൗരോർജ്ജം മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും ആ സൗരോർജ്ജത്തിൽ നിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടിസ്ഥാന മൂലകം എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഇതിൽ നൈട്രജൻ എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പൊട്ടാഷ് പ്രതിരോധ ശേഷിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പൊട്ടാഷ്. കൂടാതെ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ പൊട്ടാഷ് ചെടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്കറിയാം, റംബൂട്ടാൻ്റെയൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ഇലകളൊക്കെ അറ്റം അല്ലെങ്കിൽ പ്ലാന്റുകളുടെയൊക്കെ ഇലകളുടെ അറ്റം കരിയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പൊട്ടാഷിൻ്റെ അഭാവമാണ്. അതുപോലെ വേരുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ പ്ലാന്റുകൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് ഫോസ്ഫറസ് അനിവാര്യമാണ്. അടുത്തത് ചെടികൾക്ക് ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് ഉപമൂലകങ്ങൾ: മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം. 96% കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് പ്ലാന്റുകൾക്ക് ആവശ്യം. ഈ 4%ത്തിൽപ്പെട്ട കാര്യങ്ങളൊന്നാണ് പ്രധാന മൂലകങ്ങൾ NPK എന്ന് പറയുന്നത്. അതിനുശേഷം മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള ആവശ്യമുള്ള ഒരു ഘടകമാണ് മൈക്രോ ന്യൂട്രിയൻസ്. നമുക്കറിയാം, ഇരുമ്പ്, മാംഗനീസ്, അതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഒരു പ്ലാന്റിനുണ്ടെങ്കിൽ ആ പ്ലാന്റ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചെടിയായി രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ അതിന് പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. നമുക്കറിയാം, ഈ നമ്മുടെ തെങ്ങുകളിലൊക്കെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം, നല്ല ഒരു പ്രതിരോധമുള്ള തെങ്ങിനെ പൊതുവെ ആക്രമിക്കാൻ അത് മടിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്ലാന്റുകളെ ആരോഗ്യകരമായിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷിയിൽ നിന്ന്, കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് പരിപാലിക്കാനായിട്ട് കഴിയുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ പറഞ്ഞു, രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പൊട്ടാഷ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഗ്നീഷ്യവും കാൽസ്യവുമാണ്. ഈ മഗ്നീഷ്യവും കാൽസ്യവും അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ആവശ്യത്തിന് പ്ലാന്റുകൾക്കുണ്ടെങ്കിൽ കീടങ്ങൾ തുടങ്ങിയവയുടെ ദഹന പ്രക്രിയയ്ക്ക് ഈ മഗ്നീഷ്യവും കാൽസ്യവും പ്രശ്നമുണ്ടാക്കും. അവരുടെ ദഹനത്തെ ബാധിക്കുന്നതുകൊണ്ട് മഗ്നീഷ്യവും കാൽസ്യമുള്ള പ്ലാന്റുകളുടെ ഇലകൾ അവർ ഭക്ഷിക്കാൻ മടിക്കും. അപ്പോൾ കൃത്യമായ അളവിൽ നമുക്ക് നമ്മുടെ പ്ലാന്റുകൾക്ക് പൊട്ടാഷും മഗ്നീഷ്യവും കാൽസ്യവും ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് വേണ്ടത്ര രോഗപ്രതിരോധ ശേഷിയുണ്ട്. കീടങ്ങളുടെ ആക്രമണം പൊതുവെ അതിന് കുറയുകയും ചെയ്യും. അപ്പോൾ മഗ്നീഷ്യവും കാൽസ്യവും ഉണ്ടെങ്കിൽ കീടങ്ങൾ ആ പ്ലാന്റിനെ ആക്രമിക്കുവാനുള്ള സാധ്യത, ആക്രമിക്കും, പിന്നീട് അതിനോട് അടുക്കുവാനുള്ള സാധ്യത കുറയും. കാരണം അവരുടെ ദഹനത്തെ ബാധിക്കും. നമുക്കറിയാം, ദഹന പ്രക്രിയയ്ക്ക് തടസ്സം വന്നാൽ നമുക്ക് തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ ശരീരം മൊത്തം തളരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്ന പോലെ തന്നെയാണ് കീടങ്ങൾക്കും അവരുടെ ദഹനത്തെ ബാധിക്കുന്നതുകൊണ്ട് മഗ്നീഷ്യവും കാൽസ്യവും കൃത്യമായിട്ടുള്ള ഒരു പ്ലാന്റിനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇത് പോളിഹാലൈറ്റ്. ഈ പോളിഹാലൈറ്റിൽ സൾഫറുണ്ട്, പൊട്ടാഷുണ്ട്, മഗ്നീഷ്യമുണ്ട്, കാൽസ്യമുണ്ട്. പോളിഹാലൈറ്റ് മൾട്ടി ന്യൂട്രിയൻ ഫെർട്ടിലൈസർ. സൾഫർ, പൊട്ടാഷ്, മഗ്നീഷ്യം, കാൽസ്യം. പോളിഹാലൈറ്റ്. ഇപ്പോൾ ഒരു പ്ലാന്റിന് അതിൻ്റെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ പോളിഹാലൈറ്റ്. ഇത് തികച്ചും ജൈവികമായിട്ടുള്ള ഒരു ഓർഗാനിക് പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ജാതിക്ക് ഇട്ട് കൊടുക്കാം, തെങ്ങിന് ഇട്ട് കൊടുക്കാം. ജാതിക്കൊക്കെ ഒരു സാമാന്യം നല്ല വലിപ്പമുള്ള ജാതിക്ക് 1 കിലോ വരെ ഇത് ഇട്ട് കൊടുക്കാം.
4-5 വർഷം പ്രായമുള്ള നമ്മുടെ റംബൂട്ടാൻ അതുപോലെയുള്ള പ്ലാന്റുകൾക്ക് വലിപ്പം അനുസരിച്ച് 250 ഗ്രാം മുതൽ 250 ഗ്രാം വരെ, ചെറിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ വളരെ ചെറിയ അളവിൽ 5 ഗ്രാം മുതലൊക്കെ 2 ഗ്രാം മുതലൊക്കെ നമുക്ക് ആ വലിപ്പം അനുസരിച്ച് ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എഡോ ലോങ്ങൻ ഏകദേശം ഫ്ലവർ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഇന്ന് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമുക്ക് ഫോളിയാറായിട്ട് പെട്ടെന്ന് ചെടികൾക്ക് എഫക്റ്റ് ചെയ്യുവാനായിട്ട് ഫോളിയർ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇലകളിൽ മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്ലാന്റിൻ്റെ നാരുകട്ടിയെ ബാധിക്കും. അപ്പോൾ നമ്മൾ ആനുപാതികമായിട്ട് നമ്മൾ മണ്ണിലും ഇലകളിലും ഇപ്പോൾ രണ്ടും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സൗകര്യാർത്ഥം അനുപാതികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഏത് വളം നമ്മൾ പ്രയോഗിക്കുമ്പോഴും നമുക്കറിയാം അടിസ്ഥാനപരമായിട്ടുള്ള വളപ്രയോഗത്തിന് ശേഷമാണ് നമ്മൾ ഈ ഉപമൂലകങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ പ്രയോഗിക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ പ്ലാന്റുകൾക്ക് NPK കൊടുക്കണം, ചെറിയൊരളവിലെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഞാനൊരിക്കലും രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കാനായിട്ട് ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല. കാരണം അത് നമ്മുടെ മണ്ണിനെ ദോഷമായിട്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് രാസവളങ്ങൾ. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ അളവിൽ വളരെ മണ്ണിന് ദോഷമുണ്ടാകാത്ത രീതിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. എന്നാൽ പൊതുവെ നമുക്കറിയാം NPK പ്ലാന്റുകൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ജൈവികമായ വളങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള കമ്പോസ്റ്റ്, അടുക്കള കമ്പോസ്റ്റ് നമുക്ക് വളമാക്കാം. അതുപോലെ ആട്ടിൻകാട്ടത്തിൻ്റെ കമ്പോസ്റ്റ്, കോഴി കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ്, ചാണക കമ്പോസ്റ്റ്, ഇതിലൊക്കെ മിതമായ അളവിൽ NPK അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ജീവാമൃതം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവാമൃതത്തിൽ ഞാൻ പച്ചിലകൾ ധാരാളം കഴിക്കുന്ന പശുവിൻ്റെ ചാണകം, കടലപ്പിണ്ണാക്ക്, ശർക്കര, പാളയംകുടം പഴം, ഇവിടെ കുറച്ച് ബാക്കി വന്ന കടലയും പയറും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. കൂടാതെ മണ്ണ് ചേർത്തിട്ടുണ്ട്, അല്പം മേൽമണ്ണ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ജൈവികമായിട്ടുള്ള ചില ശിമക്കൊന്നയുടെ ഇല അല്പം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ജൈവികമായിട്ടുള്ള രീതിയിൽ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മഴ നനയാതെ വെയിൽ കൊള്ളാതെ ഒരു ഭാഗത്താണ് ഞാൻ ഈ ജീവാമൃതം വെച്ചിരിക്കുന്നത്. വെള്ളം അല്പം കുറവാണ്. ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ കടലപ്പിണ്ണാക്കുണ്ട്, പച്ചിലകൾ, അതുപോലെ ധാരാളം കഴിക്കുന്ന പശുവിൻ്റെ ചാണകമുണ്ട്, നമ്മുടെ കടലയും കുറച്ച് പയറൊക്കെ ഉണ്ട്, അങ്ങനെ ശിമക്കൊന്നയുടെ ഇലയുണ്ട്, അങ്ങനെ മണ്ണുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചേർത്താണ് നമ്മുടെ മണ്ണിൽ നല്ല രീതിയിൽ മണ്ണിരയൊക്കെ ഉണ്ടാകാനും ജീവാണുക്കൾക്കൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവാമൃതം കൊടുക്കുന്നത്. ഇതൊക്കെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആമസോണിൽ ഒരു SHET എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, SHET. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ചുവട്ടിലൊഴിച്ചാലും ധാരാളം മണ്ണിരകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ജൈവികമായിട്ട് നമ്മുടെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കണം. ഇത് എല്ലാ ദിവസവും ഞാൻ രാവിലെ കോക്കോസ് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒരു 10-30 പ്രാവശ്യം ഇളക്കി ആണ് എല്ലാ ദിവസവും ഇളക്കും. ഏകദേശം ഒരു 7 ദിവസം വരെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. പാളയംകുടം പഴമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ മണ്ണിനെ ജൈവികമായ നിലയിൽ തന്നെ NPK നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ചെറിയ അളവിൽ ഒരു ചെറിയ ഗ്രാം നിലയിൽ നമുക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് അവരവരുടെ ഔചിത്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ പൊതുവേ നമ്മൾ മണ്ണിനെ ജൈവികമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ ഉപമൂലങ്ങളിൽ മൈക്രോന്യൂട്രിയൻസ് പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ NPK ചെറിയൊരളവിൽ നമ്മൾ കൊടുത്തിരിക്കണം. അത് നമുക്ക് ഇലകളിൽ കൊടുക്കാം. ഇലകളിൽ മാത്രം വളം കൊടുത്താൽ അത് നാരുകട്ടിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണിലും കൂടെ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലയുടെ അടിയിലും മുകളിലും ആയിട്ട് അടിയിൽ സ്പ്രേ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോകരുത്. കാരണം പ്രധാനമായിട്ട് ഇത് വലിച്ചെടുക്കുന്ന അടിയിൽ കൂടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇത് കാൽസ്യമാണ്. ഇത് കാൽസ്യം ആണ്. ഇത് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ നമുക്ക് പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും രാവിലെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഒരു 10, 12 അല്ലെങ്കിൽ 15 ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മഗ്നീഷ്യം സ്പ്രേ ചെയ്യാം. ഇത് എപ്സം സോൾട്ട് എന്ന് പറയും. ഇത് 2 ടീസ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മഗ്നീഷ്യവും കാൽസ്യവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കീടങ്ങളുടെ ആക്രമണം, അതായത് ഇലകൾക്കൊക്കെ ഒരു ഗ്രീൻ കളർ വരും, ഒരു തിളക്കം വരും, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ
ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതിനായിട്ട് ഞാനിപ്പോൾ ഈ പോളിഹാലൈറ്റ് ലോങ്ങിന് ഇട്ട് കൊടുക്കുന്നു. കൂടാതെ ഫോളിയാറായിട്ട് സ്പ്രേ ചെയ്യുന്ന മഗ്നീഷ്യം സ്പ്രേ ചെയ്യുന്ന ഒരു കാര്യം കൂടെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പോളിഹാലൈറ്റ് നമ്മൾ ലോങ്ങൻ പ്ലാന്റ് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട്. ഇതും കൂടെ അപ്സ 80 അല്പം വെള്ളത്തിൽ കലക്കി ഇത് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്സ 80 അപ്പം ഞാനിവിടെ 10 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ 10 ലിറ്റർ വെള്ളത്തിൽ 2 ടീസ്പൂൺ, 5 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ, ഞാനിവിടെ 10 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ അല്പം അപ്സ 80 കൂടെ ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണ്. അപ്സ 80 പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുവാനും വേഗത്തിൽ പ്ലാന്റിന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്സ 80 ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ എപ്സം സോൾട്ട് നമുക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റൊളീനിയോടെ പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിയിലും മുകളിലും സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി മറ്റ് പ്ലാന്റുകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.